ദൈവം നമുക്ക് നൽകുന്ന ജീവിതം സന്തോഷകരമായി നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന, നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൃത്യമാം വിധം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയിൽ, അനുഗ്രഹങ്ങളിൽ, അഭിഷേകത്തിൽ നിലനിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ നശിപ്പിക്കുന്ന, ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു 5-6 കൂട്ടം ആൾക്കാരെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനം വളരെ കൃത്യമായി ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ അധികപാരും ശ്രദ്ധിക്കാത്തതും എന്നാൽ അറിഞ്ഞാൽ ജീവിതത്തിൽ എന്നും നമുക്കൊരു മുതൽക്കൂട്ടാകുന്നതുമായ ഈ വലിയ രഹസ്യത്തിലേക്കാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് നിങ്ങൾക്ക് ചിലതിനെ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, നല്ലതിനെ സ്വീകരിക്കാനുള്ള ഒരു മാർഗമായി തീരാൻ പോവുകയാണ്. ഇതൊരു പുതിയ നിയോഗമായി നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളണം. പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷപൂർവ്വം സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ചിലരെ അനുഗ്രഹിക്കുക, പറഞ്ഞയക്കുക, മറ്റു ചിലരോട് അവർ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങൾ ക്ഷമിക്കുക, പ്രാർത്ഥിച്ചവരെ വിടുക, വേറെ ചിലരെ പ്രാർത്ഥിച്ച് ദൂരെ തന്നെ നിർത്തുക. ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ജീവിതത്തിൽ ഒരു വിധത്തിലും സംസർഗം പുലർത്താൻ പാടില്ലാത്ത, ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്ന് വളരെ കഠോരമായ എന്ന നിലയിൽ ദൈവവചനം അടിവരയിട്ട് പറയുന്ന ഒന്നാമത്തെ കൂട്ടർ, ഈ കൂട്ടരെ കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനമാണ്. ആ വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട, അതായത് സഹോദരൻ എന്ന് നമ്മളുടെ ഒപ്പമുള്ള ഒരു സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോടുകൂടെ സംസർഗമരുത്. തീർന്നില്ല, അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അതായത് സമൂഹത്തിൽ ഒരുപാട് ഈ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരെ അല്ല ദൈവവചനയുടെ അർത്ഥമാക്കുന്നത്. ഞാൻ വലിയ ആത്മീയനാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയും എന്നാൽ ഈ പറയപ്പെടുന്ന യാതൊരു മൂല്യങ്ങളും മുറുകെ പിടിക്കാതെ ഇത്തരം തെറ്റായ, ഇപ്പോൾ പ്രതിപാദിച്ച തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ അനുവർത്തിക്കുന്ന ആൾക്കാരെ ജീവിതത്തിൽ എന്നേക്കുമായി ഒഴിവാക്കിയേക്കുക. അവരുമായി യാതൊരു വിധമായ അടുപ്പം പുലർത്താനും ഒരു ദൈവ പൈതൽ പോകരുത്. അതിൻ്റെ കാരണം അവർ തങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ അവർ ഇടിച്ചു താഴ്ത്തും. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കൂടെ ബന്ധിക്കപ്പെടും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശക്കുന്ന ഒരുവന് ആഹാരം വാങ്ങിക്കൊടുക്കുന്നു, എന്നാൽ അവൻ ദൈവകൃപയിൽ നിന്ന് ഓടിപ്പോയതിൻ്റെ പേരിൽ ഒരു പന്നിക്കുട്ടിൽ കിടക്കുന്ന ധൂർത്തുപുത്രനാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി അല്ല, അനുഗ്രഹത്തിൻ്റെ ഒരു പ്രവൃത്തിയുമല്ല. അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തിലെ കഷ്ടതകൾ തങ്ങളുടെ മാനസാന്തരമില്ലായ്ക നിമിത്തം ചിലർ ഉണ്ടാക്കിയെടുത്തതാണ്. അത് മാറണമെങ്കിൽ അവർ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സഹായങ്ങൾ, നിങ്ങളുടെ നന്മകൾ എവിടേക്ക് പോകുന്നു, എവിടേക്ക് അത് ചെലവഴിക്കപ്പെടുന്നു എന്നതിന് വലിയ സൂക്ഷ്മത നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ദൈവവചനം പറയുന്ന കാര്യം മറക്കരുത്. ഇത്തരക്കാരുമായി സംസർഗം വേണ്ട, അവരുമായി ഭക്ഷണം കഴിക്കുക പോലും അരുത്. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആകാൻ കഴിയും. ഈ കൂട്ടരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് നമുക്ക് നേരെ മറ്റുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരാണ്. പുറമെ അവർ വലിയ ചിരിച്ച് കളിച്ച് നമ്മുടെ കൂടെ കൂറുള്ളവരായിട്ട് നിൽക്കും. തൊട്ടപ്പുറത്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർ നമുക്കെതിരെയായിരിക്കും ചലിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള കിംവദന്തികൾ, നമ്മളെക്കുറിച്ചുള്ളതായ ഇല്ലാക്കഥകൾ, നമ്മളെക്കുറിച്ചുള്ളതായ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലായിരിക്കും അവരുടെ ആഹ്ലാദം. ഇപ്പുറത്ത് നമ്മളോടുകൂടി ആഹാരം കഴിക്കുന്നവനായിരിക്കും, ഇപ്പുറത്ത് നമ്മൾ കൊടുത്ത നന്മ അനുഭവിച്ചിട്ടായിരിക്കും, അതിൻ്റെ ഊരിലായിരിക്കും അവൻ അപ്പുറത്തോട്ട് മാറിയിട്ട് ആ ബലത്തിൽ നമുക്ക് നേരെ പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ദൈവവചനം പറഞ്ഞു, അവർ ഇടർച്ചകൾ ഉണ്ടാക്കും. സത്യത്തിൻ്റെ രൂപത്തിൽ തെറ്റായ കാര്യങ്ങളെ ആയിരിക്കും അവർ പലപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ആത്മീയമായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇക്കൂട്ടർക്ക് കഴിയും. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമ്മൾ അറിഞ്ഞൊരു ദൈവവചന സത്യമുണ്ട്. ആ സത്യത്തിൽ നിന്നും, വചനബോധ്യത്തിൽ നിന്നും, അതിനാൽ നാം പ്രാപിച്ചൊരു ജീവിത മൂല്യങ്ങളിൽ നിന്നും നമ്മളെ വലിച്ചിഴയ്ക്കാൻ വേണ്ടി വരുന്ന, അതിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കലർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കുക.
അവരോട് അകന്ന് മാറുവീൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കാനല്ലേ ദൈവം പറയുന്നത്, എല്ലാവരുമായിട്ട് നന്നായി പെരുമാറാനല്ലേ ദൈവം പറയുന്നത്. പിന്നെ എങ്ങനെ ഈ കാര്യം നോക്കൂ, യേശുവാണ് ഇതിൽ ഏറ്റവും വലിയ റോൾ മോഡൽ. കർത്താവായ യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിങ്ങനെ വളരെ കൃത്യമാംവിധം രൂപകൽപ്പന ചെയ്ത ഒരു ഇന്റേണൽ സർക്കിൾ ഉണ്ടായിരുന്നു. ആ സർക്കിളിനകത്തേക്ക് കർത്താവ് ഒരിക്കൽ പോലും തോമസിനെ കയറ്റിയിട്ടില്ല, ഒരിക്കൽ പോലും യൂദയെ കയറ്റിയിട്ടില്ല. കർത്താവിൻ്റെ ആ ഇന്നർ സർക്കിളിനകത്ത് ആര് വേണമെന്ന കാര്യത്തിൽ കർത്താവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെ അരികിൽ വരുന്ന എല്ലാവരും നമ്മുടെ സ്നേഹിതരല്ല. നമ്മൾ സ്നേഹിതരെന്ന് കരുതുന്ന എല്ലാവരും നമ്മുടെ സ്നേഹിതരല്ല. അതിൽ പലരും പരിചയക്കാരും മാത്രമാണ്. നമ്മൾ ആത്മാർത്ഥമായി കരുതുന്ന പലർക്കും നമ്മളോട് തിരിച്ച് ആത്മാർത്ഥതയില്ല. ബന്ധങ്ങളെ, നമ്മുടെ അരികിൽ നിൽക്കുന്ന ആൾക്കാരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ തയ്യാറാവുക. മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യമാണ്. ആ വചനം പറയുന്നു, സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ചിലരോട് എത്ര നല്ല കാര്യം പറഞ്ഞാലും അവർ ഉൾക്കൊള്ളുകയില്ല. അവർക്കിഷ്ടം അവരുടെ കലഹങ്ങളാണ്. അവർക്കിഷ്ടം നിയന്ത്രണമില്ലാത്ത തങ്ങളുടെ നാക്കുകൾ കൊണ്ട് മാന്യമായി ശുശ്രൂഷ ചെയ്യുന്നവരെ, ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്ന ആ ഒരു രീതിയാണ് അവർക്ക് ഏറ്റവും താല്പര്യം. ദയവ് ചെയ്ത് നിങ്ങളത് ആവർത്തിക്കരുത്. ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സഭ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇടയം പെടുന്ന പാട് നിങ്ങൾക്കറിയില്ല. അവൻ കൊടുക്കുന്ന പ്രാർത്ഥനാ ജീവിതവും അവൻ കൊടുക്കുന്ന കഷ്ടപ്പാടും പലപ്പോഴും പലർക്കും മനസ്സിലാകണമെന്നില്ല. ഒരു ദൈവസഭയെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ട് വരുന്നു, 10 പേരെ നിങ്ങൾക്ക് സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുവെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയുക. ആരോ നേടിക്കൊണ്ടുവന്നൊരു ദൈവ പൈതലിനെ നിന്റെ നാക്ക് നിമിത്തം നശിപ്പിച്ച് കളയരുത്. ഇത് വളരെ സൂക്ഷിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ള ദോഷം ചെയ്യുന്നവരെ ഒഴിവാക്കണമെന്ന് ദൈവവചനം പറയുന്നു. എന്തുകൊണ്ട്? അവർ നമ്മുടെ സമാധാനത്തെ തകർക്കും, അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. ഈ കൂട്ടരിൽ നിന്നും ഒഴിവ് പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരെ ഭിന്നതകൾ രൂപപ്പെടുത്തുന്ന, നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനിടയിൽ കലഹങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഇരച്ചു കയറി വരുന്ന, നിങ്ങളുടെ ആ ഒരു ഏറ്റവും നല്ല ബന്ധമുള്ള വ്യക്തികൾക്കിടയിലേക്ക് ആ ബന്ധങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കടന്നുകൂടുന്ന ദോഷങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ ഒഴിവാക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. കൃത്യമാംവിധം ഇങ്ങനെയുള്ളവരോട് നോ പറഞ്ഞവരെ മാറ്റി നിർത്താൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. 4-ാമത്തെ കൂട്ടർ സദൃശവാക്യം 13-ാം അധ്യായത്തിൻ്റെ 20-ലാണ് അവരെക്കുറിച്ച് പറയുന്നത്. മൂഢന്മാരോടൊപ്പം നടക്കുന്നത് നാശത്തിലേക്കാണ്. ഹല്ലേലൂയ. അവിടെ ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. ഒരു ശത്രുവിനേക്കാൾ നമുക്ക് വലിയൊരു അപകടം വരുത്തുന്ന ഒരു മൂഢനാണ്. മൂഢനെന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവന് ഇംഗ്ലീഷ് അറിയില്ല, അവന് ഹിന്ദി അറിയില്ല, അവന് ജർമ്മൻ ലാംഗ്വേജ് അറിയില്ല, അവന് എഴുത്തും വായനയും അറിയില്ല. അദ്ദേഹമല്ല മൂഢൻ. വിദ്യാഭ്യാസമില്ലായകയല്ല മൗഢ്യതയുടെ കാരണം. ഒരു കാര്യം, ഒരു തെറ്റ് ചെയ്താൽ അത് തിരുത്തി കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവൻ, തൻ്റെ സ്ഥിതിയെ എന്ത് വില കൊടുത്ത് ന്യായീകരിച്ച് നിൽക്കുന്ന, പരാജയം അംഗീകരിക്കാത്ത, കുറവുകൾ അംഗീകരിക്കാത്ത, ഞാൻ മാത്രമാണ് ശരിയെന്നുള്ള ചിന്തയിൽ, ആ ഒരു സ്വയചിന്തയുടെ സപ്രപഞ്ചത്തിൽ എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ഒരിക്കലും നമുക്കവരെ തിരുത്താൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്കവരെ നേർരേഖയിലാക്കാനും പറ്റത്തില്ല. ഒഴിവാക്കിയേക്കുക. നിങ്ങളുടെ സമാധാനത്തിന് അതാണ് ഏറ്റവും നല്ലത്. 5-ാമത്തെ കൂട്ടരെ സംബന്ധിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന് 33-ാമത്തെ വചനത്തെ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ദുർഭാഷികളായിരിക്കുന്ന മനുഷ്യർ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടപാടുകളാൽ നമ്മൾ വളരെ ദുഃഖിക്കാറുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെയും ഒന്നും ഓർക്കാതെ നമ്മളെ വിസ്മരിച്ച് കളയുകയും നമ്മളെ ഒട്ടും വിലയില്ലാത്തവരായി മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന മനുഷ്യർ, അവിടെ കേൾക്കുന്നത് ഇവിടെയും, ഇവിടെ കേൾക്കുന്നത് അവിടെയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാക്കയെപ്പോലെ കാറിക്കാറി നടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ളതായ നാവിന് നിയന്ത്രണമില്ലാത്ത, കേൾവിക്ക് നിയന്ത്രണമില്ലാത്ത, ഒരുപാട് സമയം ഉള്ള ആൾക്കാരെ ഒഴിവാക്കിയേക്കുക. നമുക്ക് അങ്ങനെയുള്ളവർ വേണ്ട. നമ്മളെയും നമ്മൾ നൽകുന്ന അവസരത്തെയും സഹായങ്ങളെയും സേവനങ്ങളെയും താൽക്കാലികമായൊരു നേട്ടത്തിന് വേണ്ടി മാത്രം, ഒരു വസ്തുവായി മാത്രം കണ്ടുകൊണ്ട്, നമ്മളെ ഒരിക്കലും ഒരു വ്യക്തിയായി കണക്കാക്കാതെ, തങ്ങളുടെ ഉപയോഗത്തിനുള്ള ഒരു വസ്തുവായി, ഒരു കുരണ്ടിപ്പലകയായിട്ടോ, ഒരു ഏണിപ്പടിയായിട്ടോ, ഒരു കസേരയായിട്ടോ, നമ്മളെ യഥോചിതം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എലമെൻറ്റും ഒരു ഒബ്ജക്റ്റും മാത്രമായിട്ട് കാണുന്ന കുറേ മനുഷ്യരുണ്ട്. ബന്ധത്തിന് വില കൽപ്പിക്കാതെ നമ്മളുടെ മൂല്യങ്ങളെ മാത്രം ചൂഷണം ചെയ്യാൻ വരുന്നവർ, ദയവായി ഈ കൂട്ടരെ ഒഴിവാക്കിയേക്കുക. ഹല്ലേലൂയ. എത്ര നൽകിയാലും ചിലർക്ക് തികയില്ല. അതവരുടെ പ്രശ്നമല്ല. നമ്മൾ എത്ര വാരിക്കോരി കൊടുത്താലും ഞങ്ങൾക്കിപ്പോൾ തന്നത് കുറഞ്ഞു പോയെന്നേ അവർ പറയുള്ളൂ. മുൻപ് തന്നത്, പണ്ട് നൽകിയത് വലുതായിരുന്നെങ്കിലും ഇപ്പോൾ നൽകിയത് കുറഞ്ഞു പോയി.
അതായത് എനി ടൈം നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ കൊടുത്ത് നമ്മളങ്ങ് തീരണം. എന്നാലും അവർക്ക് തികയില്ല, എന്നാലും അവർക്ക് തൃപ്തി വരില്ല. സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കിയാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടാകുകയുള്ളൂ. ഈ ദുർസംസർഗം ചില മനുഷ്യരുടെ ജീവിത വ്രതമാണ്. നമുക്കവരിൽ നിന്നും ഒഴിഞ്ഞു മാറിയേ മതിയാകുകയുള്ളൂ. സമാധാനം കെടുത്തിക്കളയുന്നവരും അഴുക്ക് ജീവിത രീതികൾ പുലർത്തുന്നവരും ദുർഭാഷണത്താൽ സദാചാരത്തെ കെടുത്തിക്കളയുവാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്നവരും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആറാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കർത്താവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ദൈവഹൃദയത്തെ പോലും വേദനിപ്പിച്ച ആൾക്കാർ. അവരുടെ പേരാണ് കപട ഭക്തിക്കാർ, കപട ആത്മീയക്കാർ. ഞങ്ങളുടെ വസ്ത്രമാണ് ശരി, ഞങ്ങളുടെ രീതിയാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, നീ ഒന്നും കൊള്ളുകയില്ല, ദൈവം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയില്ല, നീ വെറും കൊള്ളുവരാത്തവനാണ്, നിന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഞാനാണ്, എനിക്കാണ് നിന്നേക്കാൾ കൂടുതൽ ദൈവകൃപയുള്ളത്, നീ ഒന്നും ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഒഴിവാക്കിയേക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുത്തുന്നത് ഇവരാണ്. ഈ ഒരു ജീവിത രീതിയിൽ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലെ വലിയ ന്യൂനതകളെ മറച്ചു വെച്ചിട്ട് അവരെൻ്റെ കണ്ണിലെ ചെറിയ കരടിനെ അവർ സൂം ചെയ്ത് കാണിക്കും, പർവ്വതീകരിച്ച് കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അഹന്ത ആരിലൊക്കെ വ്യാപരിക്കുന്നുണ്ടോ ആ വ്യക്തികൾ അപകടകാരികളാണ്. ഒഴിവാക്കി കളയണം. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ ചേർത്ത് നിർത്താൻ പാടില്ല. അങ്ങനെയുള്ളവരൊപ്പം പോയാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടും. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിത മൂല്യത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കൂടെ മറന്നു കളഞ്ഞിട്ട് സ്വയം ചേർക്കുന്ന ഒരു പരീക്ഷ ഭക്തിക്കാരനായി നിങ്ങൾ മാറും. നിങ്ങൾ ആത്മീയതയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു മതത്തിനകത്തെ ഒരു ബിംബമായി സ്വയം രൂപപ്പെടും. അരുത്, ഒഴിവാക്കിയേക്കുക. കുറവുകളുണ്ടോ? ആ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. യേശു ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം പരീശൻ്റെ പ്രാർത്ഥനയെ കർത്താവിൻ്റെ ഉള്ളം അതിനെ വേദനയോടുകൂടെ നോക്കിയെന്നതും കുറവുകളുള്ള ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെ കർത്താവ് എത്രത്തോളം തുറന്ന ഹൃദയത്തോടുകൂടെ സ്വീകരിച്ചു എന്നതും നമുക്ക് ഇത്തരണത്തിൽ സ്മരിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടവരാര്, മാറ്റി നിർത്തപ്പെടേണ്ടവരാര്, നിങ്ങൾ സംസർഗം ചെയ്യാൻ പാടില്ലാത്തവരാര്, വലിയൊരു ലിസ്റ്റാണ്. 5-6 കൂട്ടരുടെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ചില ചതിയന്മാർ, അവർ തങ്ങളുടെ താൽക്കാലിക ലാഭത്തിനായി നമ്മളെ വിൽക്കും, നമ്മളെ ഒറ്റുകൊടുക്കും. നമ്മളോട് ചെയ്തതൊന്നും അവരുടെ കണ്ണിൽ കാണില്ല. ചില ഇസ്കരിയോത്ത യൂഥാമാർ ഈ കാലഘട്ടത്തിലുമുണ്ട്. അതെല്ലാ മേഖലയിലുമുണ്ട്, ആത്മീക മേഖലയിലുമുണ്ട്, മറ്റിതര മണ്ഡലങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ളവർ ദൈവത്തെ പോലും ഭയപ്പെടാത്തവരാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ യാതൊരുവിധമായ അടിസ്ഥാന കാര്യങ്ങൾക്ക് മൂല്യങ്ങൾ കൽപ്പിക്കാത്തവരാണ്. ഇത്തരക്കാരിൽ നിന്ന് ഒഴിയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രവചന ദൂത് നമുക്കൊരു മുൻകരുതലാണ്, മുന്നറിയിപ്പാണ്. കാരണം നിങ്ങൾക്കിപ്പോഴുള്ള നിങ്ങളുടെ ബന്ധങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളുമായി, ഈ വചനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുറേയധികം പിശടുകളെ കിട്ടും. അതിനെ അങ്ങോട്ട് മാറ്റുക. ഒന്നുകൂടെ ഒന്ന് പേറ്റിപ്പറക്കിയെടുക്കുമ്പോൾ പിന്നെയും കുറേ കല്ലുകടികളെ കിട്ടും. അതിനെയും കൂടെ മാറ്റുക. ഒന്നുകൂടെ ചെയ്യുക. 4-5 തവണ. ലിയോ ടോൾസ്റ്റോയി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ തൻ്റെ ഓരോ രചനയും 5 തവണ മാറ്റി എഴുതുമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അന്നാകാരിനെയും വാർ ആൻഡ് പീസുമൊക്കെ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറുകളായി മാറിയത്. നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് പേറ്റിപ്പറക്കിയാൽ, കള പറിക്കാൻ ഇറങ്ങിയാൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിനകത്തൊരു അഗ്നിശുദ്ധിക്ക് നമ്മളൊന്ന് ബന്ധങ്ങൾക്കകത്ത് ഇടം കണ്ടെത്തിയാൽ പല ചതികളും നീങ്ങിപ്പോകും. എന്തുകൊണ്ട് ഇന്ന് ഈ കാര്യം കർത്താവ് പറഞ്ഞു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വെട്ടിൽ വീഴ്ത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചില തന്ത്രങ്ങൾ പൊളിയാൻ പോവുകയാണ്. ചിലർ നിങ്ങൾക്ക് നേരെ നടത്തുന്ന ചൂഷണ പരമ്പരകൾ ഇന്നത്തോടുകൂടി അതിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി നമ്മൾ അടിക്കും. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട. ഇത് നിങ്ങൾക്ക് മുൻകരുതലാണ്, മുന്നറിയിപ്പാണ്, വിടുതലാണ്. ഞങ്ങളുടെ കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി ഞങ്ങളെ ശാശ്വതമായ മാർഗത്തിലേക്ക് നയിക്കണമേ. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുന്ന, മഹിമയുടെ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന പിതാവേ, ഞങ്ങൾ അങ്ങയെ സന്തോഷത്തോടെ സ്തുതിക്കുന്നപ്പ. അവിടുത്തെ നിത്യപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഇന്ന് പകൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ദൈവം നൽകിയ ജീവിതത്തിൻ്റെ സ്വൈര്യതയും സ്വസ്ഥതയും സമാധാനവും കൊടുത്തുന്ന ഒരു ദുഷ്ടന്മാരുമായി ഞങ്ങളെ അടുപ്പിക്കരുതേ. അങ്ങനെയുള്ള ചിലത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആരും ഓടിക്കാതെ വണ്ണം ദുഷ്ടൻ ഓടിപ്പോകുന്നു. ദുഷ്ടതന്ത്രങ്ങൾ നടക്കാതെ, പാപികളുടെ വഴികളിൽ എത്ര
അത് എളുപ്പമുള്ള മാർഗമാണെങ്കിലും അതുവഴി സഞ്ചരിക്കാതെ, പരിഹാസികൾ ഇരിപ്പിടത്തിൽ എത്ര ഓടിത്തളർന്ന് ക്ഷീണിച്ചാലും ഇരിപ്പിടം കണ്ടെത്താതെ നിന്റെ ന്യായപ്രമാണത്തിൽ മാത്രം പ്രമോദിക്കുന്നവരാക്കി ഞങ്ങളെ നിർത്തണമേ. ഈ ദൂത് കേട്ട സകലരെയും അനുഗ്രഹിക്കുക അപ്പ, യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ തന്നെ ആമേൻ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ ഫാസ്റ്റിംഗ് പ്രയറും വിടുതൽ ശുശ്രൂഷയും നടക്കുകയാണ്. കടന്നു വരൂ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിംഗ് MK ടവർ മുഗൾ പാലസിൻ്റെ നേരെ എതിർവശത്താണ് നമ്മുടെ ഈ ആരാധന നടക്കുന്നത്. സന്തോഷപൂർവ്വം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവ് ആയ ദൈവത്തിൻ്റെ സ്നേഹം, യേശു രാജാവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.